ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വിം ബേഡിലേക്ക് സ്വാഗതം. സ്റ്റിച്ചിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ആവശ്യമായിട്ടുള്ള ബേസിക് ടൂൾസും അവയുടെ ഉപയോഗ രീതികളും എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഓരോന്നിൻ്റെയും ഉപയോഗ രീതി എങ്ങനെയെന്നുള്ളൊരു വീഡിയോ ക്ലിപ്പും ഞാനിതിൽ ചേർക്കുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് ആവശ്യം ഒരു മെഷർമെൻറ്റ് ടേപ്പാണ്. മെഷർമെൻറ്റ് ടേപ്പിൽ ഇഞ്ച് സൈഡും സെൻറ്റിമീറ്റർ സൈഡാണുള്ളത്. നമുക്ക് ഇഞ്ച് സൈഡ് വെച്ചാണ് നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് മെറ്റീരിയൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു കത്രിക ആവശ്യമാണ്. ഇത് ത്രെഡ് കട്ടറാണ്. നമ്മൾ തുണി സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നീഡിൽ നിന്ന് ത്രെഡ് ഈസി ആയിട്ട് കട്ട് ചെയ്യാം. നമ്മൾ വലിയ കത്രിക വെച്ച് ത്രെഡ് കട്ട് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ ത്രെഡ് കട്ടർ യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് മെഷീൻ്റെ സൈഡിൽ എവിടെയെങ്കിലും വെക്കാം. വലിയ കത്രിക ആകുമ്പോൾ നമുക്ക് വീഴുന്നുള്ള പേടിയും വേണ്ട. കണ്ടോ, ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ട്രേസിംഗ് വീല്. നമ്മൾ തുണീനെ 4 മടക്കി അതിന് മുകൾ വശത്ത് മാത്രമാണ് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ സെയിം മെഷർമെൻറ്റ്സ് താഴത്തെ തുണിയിൽ പതിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേസിംഗ് വീല് ഉപയോഗിക്കുന്നത്. ഈ ട്രേസിംഗ് വീല് ഇതുപോലെ ഈ ലൈനിൽ കൂടെ വരച്ചു കൊടുക്കുകയാണെങ്കിൽ സെയിം അളവ് നമുക്ക് താഴത്തെ തുണിയിൽ പതിയുന്നതാണ്. ഇത് ത്രെഡ് റിപ്പർ. നമ്മളിത് ഉപയോഗിക്കുന്നത് സ്റ്റിച്ച് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റിച്ച് അഴിക്കാൻ സാധാരണയായി പിന്നൊക്കെയല്ലേ ഉപയോഗിക്കുക. എന്നാൽ ഇങ്ങനൊരു ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് അഴിക്കുന്നത് വളരെ എളുപ്പമായിരിക്കും. ഇതിനെ ബട്ടൺ ഹോൾ കട്ടർ എന്നുകൂടി പറയാറുണ്ട് കേട്ടോ. അടുത്തത് നമുക്ക് മെഷർമെൻറ്റ്സ് ഒക്കെ തുണിയിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചോക്ക് വേണം. അടുത്തത് നീഡിൽ ത്രെഡറാണ്. സൂചിയിൽ നമുക്ക് നൂല് എളുപ്പത്തിൽ കോർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നീഡിൽ ത്രെഡർ ഉപയോഗിക്കുന്നത്. സൂചിയുടെ ഹോളിൽ കൂടെ ഈ നീഡിൽ ത്രെഡർ കയറ്റിയിട്ട് നമുക്ക് നൂല് വലിച്ചെടുക്കാം. അടുത്തതായിട്ട് സ്റ്റിച്ചിങ്ങിന് ആവശ്യമായ നൂലുകൾ വേണം. ഇത് പിന്നുകളാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് മെയിൻ തുണിയും ലൈനിങ് തുണിയും തമ്മിൽ നീങ്ങി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. തുണികൾ തമ്മിൽ ഇത് വെച്ച് പിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ നീങ്ങി പോകുന്ന പ്രശ്നം ഒഴിവാക്കാം. അടുത്തായിട്ട് നമുക്ക് കുറച്ച് സ്കെയിലുകൾ പരിചയപ്പെടാം. ഇത് സ്ട്രൈറ്റ് സ്കെയിലാണ്. സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈനുകൾ നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് സ്ലിറ്റൊക്കെ നമുക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാം. അടുത്തത് ആം ഹോൾ കർവാണ്. നമ്മൾ ആം ഹോളിൻ്റെ കർവ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ബിഗിനേഴ്സിനൊക്കെ വളരെ ഡൗട്ടായിരിക്കും നമുക്ക് ആ കർവ് എങ്ങനെ വരയ്ക്കുക എന്നുള്ളത്. അതിന് കുറേ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനൊരു സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കർവ് വരച്ചെടുക്കാം. നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ഷോൾഡർ പോയിന്റിൽ നിന്ന് താഴേക്ക് ആം ഹോൾ ലൈൻ്റെ ഹാഫ് എടുക്കണം. എന്നിട്ട് നമ്മൾ ചെസ്റ്റ് പോയിന്റിലേക്ക് ഈ സ്കെയില് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 പോയിന്റുകൾ തമ്മിലും കൂട്ടിമുട്ടുന്ന രീതിയിൽ ഒരു ഷേപ്പിൽ ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഈ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് നെക്കും മാർക്ക് ചെയ്യാം കേട്ടോ. അതിനായിട്ട് നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ വെച്ചു കൊടുക്കുക. നമുക്ക് ഇതുപയോഗിച്ച് ബോട്ട് നെക്കും യു നെക്കും ഒക്കെ വരയാൻ പറ്റും. അടുത്തായിട്ട് ഈ സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ഈ വേസ്റ്റിലൊരു ഷേപ്പ് കൊടുക്കാൻ പോവുകയാണ്. ഇതുപോലെ കൂർത്തിരുന്നാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ ഈ ചുരിദാർ ഒരു ഭംഗി ഉണ്ടായിരിക്കില്ല. ഇതുപോലെ ഈ കർവ് വെച്ചിട്ട് ഈ വേസ്റ്റിൻ്റെ ഈ ഭാഗത്ത് ഒരു കർവ് വരച്ചു കൊടുക്കുക. ഇങ്ങനെ കർവ് വരച്ചിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നമ്മുടെ ബോഡിയിൽ നല്ല ഷേപ്പിൽ നമ്മുടെ ചുരിദാർ കിടക്കും. അടുത്തതായിട്ട് ഇതുപോലെ ഒരു എൽ ഷേപ്പിലുള്ള സ്കെയിലാണ്. ഇത് നമുക്ക് ആം ഹോൾ ലൈൻ വരച്ചെടുക്കാനും അതുപോലെ നെക്കിൻ്റെ ബോക്സ് വരയാനുമാണ് ഉപയോഗിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഷോൾഡർ പോയിന്റ് വരയാം. അവിടുന്ന് താഴോട്ട് ആം ഹോൾ ലൈൻ വരയ്ക്കാം. എന്നിട്ട് ഈ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് ആം ഹോൾ ലൈനും ചെസ്റ്റ് ലൈനും ഒരേ സമയം തന്നെ ഇങ്ങനെ വരച്ചെടുക്കാം. സെപ്പറേറ്റ് വേറെ സ്കെയിൽ എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് നെക്കിൻ്റെ വിഡ്ത്തും നെക്കിൻ്റെ ഡെപ്തും മാർക്ക് ചെയ്തിട്ട് ഇത് രണ്ടും തമ്മിൽ ഒരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കാം. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. നമുക്ക് സ്കെയിൽ വെച്ചും വരച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ബിഗിനേഴ്സിന് ആവശ്യമായിട്ടുള്ള ബേസിക് ടൂൾസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.